Good morning, all of you. Today we are going to discuss about another bridge material, that is decimal forms. Okay, so some fractions that can be represented as decimals. For example, I am considering the fraction 3/10. Okay, denominator 10 10ൻ്റെ പവറോ വരുന്ന ഡെസിമൽസ് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് ഡെസിമലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഐ വിൽ എക്സ്പ്ലെയിൻ വൺസ് മോർ. 3/10 ആദ്യം ന്യൂമറേറ്റർ അതുപോലെ എഴുതുന്നു. ഡിനോമിനേറ്റർ ഈസ് 10 ഓർ പവർ ഓഫ് 10 ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ എത്ര സീറോ ഉണ്ട് എന്ന് നോക്കാം. ഓക്കെ, ഹിയർ ഡിനോമിനേറ്റർ ഹാസ് ഓൺലി 1 0. സോ ഈ 3ൽ ഒരു പ്ലേസ് കഴിഞ്ഞതിന് ശേഷം ഒരു പോയിൻ്റ് ഇടാം. ഓക്കെ, സോ 0.3 ഈസ് ദ ആൻസർ. 3/10 ഈക്വൽ ടു 0.3 ആൻഡ് 3/100 ഈക്വൽ ടു ന്യൂമറേറ്റർ 3 അതുപോലെ തന്നെ എഴുതി. ഡിനോമിനേറ്ററിൽ 2 zeros ആണുള്ളത്. സോ ഇവിടെ 1 2 2 പ്ലേസ് കഴിഞ്ഞതിന് ശേഷം ഒരു പോയിൻ്റ് ഇട്ടു. സോ 0.03 is the answer. 3/100 equal to 0.03. Then what can you say about 37/100? 37/100 37/100 equal to 0.37. Okay, so 10 അല്ലെങ്കിൽ 10ൻ്റെ പവർ ഡിനോമിനേറ്ററിൽ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മൾ ഡെസിമൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Okay, so let us discuss another examples. For example, how can we represent 1/2 in its decimal form? 1/2 in its decimal form. ഇതിന് എളുപ്പം വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിനെ 10 10ൻ്റെ പവറോ ആക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. സോ ഇവിടെ ഡിനോമിനേറ്റർ ഇസ് 2. സോ ഈ 2നെ 10ൻ്റെ പവർ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2നെ 10 ആക്കി മാറ്റാം. അങ്ങനെ 10 ആക്കണമെന്നുണ്ടെങ്കിൽ 5 വെച്ച് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഒരു ഫ്രാക്ഷനിൽ ഡിനോമിനേറ്റർ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവില്ല. വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് ദ സെയിം നമ്പർ ഇൻ ന്യൂമറേറ്റർ ഓൾസോ. സോ the answer is 1 into 5 is 5 and 2 into 5 is 10. So 5/10 equal to 0.5. So 1/2 can be represented as 0.5. Okay, so let's take another example. For example, consider 1/5. 1/5. So ഇതിനെങ്ങനെയാണ് ഡെസിമൽ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ 1/5 5നെ 10 10ൻ്റെ പവറോ ആക്കാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ 5നെ 10 ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഡിനോമിനേറ്ററിൽ ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ആൻഡ് ഓൾസോ ഇൻ ന്യൂമറേറ്റർ. സോ ദ ആൻസർ ഇസ് 2/10. Okay, so the decimal form is 0.2. 1/5 can be represented as 0.2. Okay, similarly 1/4 also can be represented like this. For example, 1/4 which is equal to 1/4. ഈ 4നെ നമുക്ക് 10 ആക്കി മാറ്റാൻ സാധിക്കില്ല. 4ൻ്റെ കൂടെ ഒരു നാച്ചുറൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 10 ആവില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അടുത്ത 10ൻ്റെ പവർ ദാറ്റ് മീൻസ് 10⁻1 ആണ്. 10⁻1 ആണ് 10. അത് സാധിക്കുന്നില്ല. സോ കൺസിഡർ 10⁻2 ദാറ്റ് ഈസ് ഈക്വൽ ടു 100. ഓക്കെ, സോ 4നെ 100 ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ അടുത്തതായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. സോ 4 into 25 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 100 ആണ് എന്ന് നമുക്കറിയാം. സോ 4 into 25. സോ മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 25. So the answer is
25 divided by 100. സോ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 0.25. So 1/4 can be represented as 0.25. Okay.